ലോകം വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലാണ്. 48 ടീമുകൾ അടങ്ങുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിന് തുടക്കമായിരിക്കുകയാണ്. ഈ 48 ടീമിൽ ആര് വേൾഡ് കപ്പിൽ മുത്തമിടും എന്നതിനെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച. അപ്പോൾ AI വന്നതിന് ശേഷമുള്ള ആദ്യ വേൾഡ് കപ്പാണ്. ഒരുപാട് ടെക്നോളജി വന്നതിന് ശേഷമുള്ള ഒരു വേൾഡ് കപ്പും കൂടിയാണിത്. അപ്പോൾ ഈ 48 ടീമിൽ ആര് വേൾഡ് കപ്പ് നേടും എന്നതിനെക്കുറിച്ചുള്ളൊരു വിശകലനമായിട്ടാണ് ഞാൻ വന്നേക്കണത്. കേരളത്തിൽ ഭയങ്കര ആവേശത്തിലാണ്. അർജൻറ്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ അങ്ങനെ ഒരുപാട് ആരാധകരുള്ള ഒരു ചെറിയ സ്റ്റേറ്റ് കൂടിയാണ് കേരളം. കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ നമുക്ക് AIയോട് തന്നെ ചോദിക്കാം ഇത്തവണ ആര് വേൾഡ് കപ്പ് നേടും എന്നുള്ളത്. AIയിൽ ആദ്യം നമുക്ക് ChatGPTയോട് ചോദിക്കാം. അതിനുശേഷം നമുക്ക് ജെമിനിയോടും ചോദിക്കാം ഇത്തവണ ആര് വേൾഡ് കപ്പ് നേടും എന്നുള്ളത്. അപ്പോൾ അവരെന്താണ് പറയണതെന്ന് നമുക്കൊന്ന് കാണാം. ഞാനത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ChatGPTയോട് ചോദിക്കാം 2026 വേൾഡ് കപ്പ് ആര് നേടും. സെർച്ച് ആവുന്നുണ്ട്. സെർച്ചായി വന്നു. ലോകകപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീം ഇപ്പോഴത്തെ ഫോം, സ്ക്വാഡ്, ഡെപ്ത്, ഗ്രൂപ്പ്, നോക്കൗട്ട് എന്നിവ കണക്കിലെടുത്താൽ ഇവയാണ്. ഏറ്റവും വലിയ ഫേവറേറ്റുകളായിട്ട് ChatGPT പറയുന്നത് സ്പെയിനാണ്. അവരുടെ സ്ട്രെങ്ത്ത്, സ്ക്വാഡ് യൂറോ വിജയത്തിന് ശേഷമുള്ള വളരെ ഉയർന്നതെന്ന് പറയുന്നത്. ഫ്രാൻസ്, രണ്ടാമത് ഫ്രാൻസ്, മൂന്നാമത് അർജൻറ്റീന, നാലാമത് ബ്രസീൽ, അഞ്ചാമത് ഇംഗ്ലണ്ട്. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് പറയുന്നത് പോർച്ചുഗലും നെതർലാൻഡും ജർമ്മനിയും. മൊറോക്കോയും പറയുന്നുണ്ട് കേട്ടോ. മൊറോക്കോ നല്ല കളിയാണ്. എൻ്റെ 2026 പ്രഡിക്ഷനായിട്ട് ChatGPT പറയുന്നത് സ്പെയിനും ഫ്രാൻസും ഫൈനലിൽ വരുന്നതാണ്. ChatGPT പറയുന്നത് സ്പെയിനും ഫ്രാൻസും ഫൈനലിൽ വരും. സ്പെയിൻ വിൻ ചെയ്യുന്നതാണ് പറഞ്ഞത് ChatGPT. നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനി എന്താ പറയണമെന്ന് അറിയാലോ. ജെമിനിയിൽ സെർച്ച് ചെയ്യുവാണ്. ജെമിനിയിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആര് നേടുന്നു സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്നത് ഇതാണ്. സെർച്ചായിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകളുമായി 2026 ഫിഫ വേൾഡ് കപ്പ് ആവേശകരമായ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളായി പുരോഗമിക്കുകയാണ്. എങ്കിലും പ്രമുഖ ടീമുകളുടെ ഡാറ്റ അനലിസ്റ്റുകൾ ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന പ്രമുഖ ടീമുകൾ ഇവയാണ്. കിരീട സാധ്യതയുള്ള മുൻനിര ടീമുകൾ സ്പെയിൻ. അങ്ങനെ ജെമിനിയും പറഞ്ഞേക്കുന്നത് സ്പെയിനാണ് കേട്ടോ. സ്പെയിന്, രണ്ടാമത് ഫ്രാൻസ്. ജെമിനി രണ്ടാമത് പറഞ്ഞ ഫ്രാൻസാണ്. മൂന്നാമത് പറഞ്ഞേക്കണത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ജെമിനി പറയുന്നത് അർജൻറ്റീനയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ലയണൽ മെസ്സിയും സംഘവും കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ്. അടുത്തത് അവർ പറയണത് പോർച്ചുഗലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന ലോകകപ്പ് കാണാൻ സാധ്യതയുള്ളതിനാൽ അവർ സർവ്വശക്തി ഉപയോഗിച്ച് കളിക്കുന്ന പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞാൽ ബ്രസീലാണ്. പരിക്കിൻ്റെ ആശങ്കകളുണ്ടെങ്കിലും വിനീഷ്യസ് ജൂനിയർ എന്നിവരുടെ കാര്യത്തിൽ കാനറികൾ തങ്ങളുടെ 6ാം കിരീടം ലക്ഷ്യമിടുന്നു. അങ്ങനെ ജെമിനിയും അങ്ങനെ AI പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴത്ത് കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.